ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് റേഷനരി കൊണ്ട് ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട്, പച്ചരി കൊണ്ട് നമുക്ക് എങ്ങനെ ഈ സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അരി നന്നായി കഴുകി കുതിർത്ത് വെച്ചതാണ്. ഇതൊരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച അരിയാണ്, പച്ചരിയാണ്. അപ്പോൾ ഇത് നന്നായി കഴുകി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പിന് 3 കപ്പ് എന്ന അളവിൽ വേണം നമുക്ക് വെള്ളമെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തതുകൊണ്ട് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊരു പിഞ്ച് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 3 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്നതാണ്. ചോറ് നന്നായി വെന്ത് കുഴഞ്ഞ് വന്ന പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കുഴഞ്ഞ പോലുള്ള അവസ്ഥയിൽ നമുക്ക് വേണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് 2 കപ്പ് അരിക്ക് ഞാൻ ഏകദേശം ഒരു 3/4 കിലോളം വെല്ലം എടുത്തിട്ടുണ്ട്. അത് നന്നായി ഉരുക്കി പാവാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഈ 2 കപ്പ് അരിക്ക് ഒരു 3/4 കിലോളം വെല്ലം വേണ്ടി വന്നു. അത് നല്ല കട്ടിയിൽ തന്നെ പാവാക്കി അത് അരിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും വെല്ലം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഏറ്റവും കൂടുതൽ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും. വെല്ലം അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെല്ലം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ അവസാനമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണിത്. ഇതിന് ഞങ്ങൾ പാച്ചോറ് അല്ലെങ്കിൽ കിച്ചടി എന്നൊക്കെ പറയും. അരി കൊണ്ട്, റേഷൻ പച്ചരി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നെക്സ്റ്റ് വെനസ്ഡേ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.